ഹായ് ഗൈസ്, ഓക്കോഡ് സൈലൻസ് ഇസ് ബാക്ക്. നമ്മൾ പിന്നെയും പുതിയൊരു എപ്പിസോഡ് കൂടി. അപ്പോൾ ഇത് 5ാമത്തെ എപ്പിസോഡായിരിക്കും, വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ആസ് യൂഷ്വൽ നമുക്ക് വിത്ത് വി ടെറിൻ സൈഡ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നടുവിലേക്ക് എത്തിയിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ അതർ സൈഡിൽ നമ്മുടെ പുതിയ ഗസ്റ്റ് കാർത്തിക്. ഹലോ. ഹലോ. എന്താ പറയുക, എന്താ പറയുക, കാർത്തിക് കുറച്ച് കുഴപ്പമൊന്നുമില്ല. കാർത്തിക് കുറച്ച് ക്യാമറ ഷൈ ആണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി പിടിച്ച് നിർത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മൊത്തി മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു എന്റർടൈൻമെന്റ് ഇല്ല. അതുകൊണ്ട് പുതിയ ആൾക്കാർ വേണമെന്ന് നമ്മള് ഇതിന് മുമ്പത്തെ എപ്പിസോഡ് നമ്മൾ മാത്രമായിരിക്കും. നമ്മൾ ലോകത്ത് കിട്ടാവുന്ന മോസ്റ്റ് ബോറിംഗ് 2 മനുഷ്യന്മാരിൽ നമ്മളായിരിക്കും. നമുക്കൊരു പോഡ്കാസ്റ്റ് നമ്മളെ കൊണ്ട് മാത്രം കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ കൊണ്ടുവരും. കാർത്തികിനെ നമ്മൾ തൂത്തുന്നാ വിളിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഡു യു മൈൻഡ്? ഒന്നുമില്ല, പ്രഷറാണ്. അല്ല, തൂത്തു ആരാന്ന്? തൂത്തും ബാസിയും ഒരുമിച്ച് പഠിച്ച പണ്ട് കോളേജിൽ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചവരാ. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരേ ക്ലാസ്, ഒരേ ബ്രാഞ്ച്, ഒരേ ക്ലാസ്, ഒരേ ബെഞ്ചിലിരുന്നിട്ട് നമ്മൾ 4 കൊല്ലം പഠിച്ച് പോരാത്തതിന് 3 കൊല്ലം റൂംമേറ്റ്സ് ആയിരുന്നു. ഉറപ്പല്ലേ, റൂംമേറ്റ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോളേജിൽ ഒന്നിച്ചുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നിച്ച് നമ്മൾ UK വന്നു. UK വരുമ്പം തൂത്തു വളരെ ഡിസൈസീവ്, വളരെ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുത്തു. നമ്മൾ ഒന്നിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവില്ല നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ തൂത്തു ഏത് യൂണിവേഴ്സിറ്റിയിലുണ്ടായത്? സ്റ്റെർലിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെർലിംഗ്. എന്താ പഠിച്ചേ? കമോൺ, എന്താണ് ഇന്റർവ്യൂ വയ്ക്കുന്നത്? നീ പറയുന്നില്ലെങ്കിൽ നിനക്ക് ക്യൂ വന്നുകൊണ്ടിരിക്കും. എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പഠിച്ചത്. അങ്ങനെ. അപ്പോൾ നമ്മൾ 3 പേര് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആണ് ഗൈസ്. നമ്മൾ 3 പേരും സോറി, ഞാൻ എഞ്ചിനീയർ അല്ല. സോറി മാനേജ്മെന്റ്. ഞാനും ടെറിനും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. തൂത്തു പഠിച്ചത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ്. അത് രണ്ട് വ്യത്യാസമുണ്ട്. തൂത്തു പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെർലിംഗ്, ഞാനും ടെറിനും പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ്. അപ്പം ഇത് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ് ഗ്ലാസ്ഗോയിലും യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ തമ്മിൽ യൂണിവേഴ്സിറ്റി തമ്മിൽ ഒരു 1/4 മണിക്കൂറിൻ്റെ വ്യത്യാസം. പിന്നെ ഇങ്ങോട്ട് താമസമൊക്കെ പിന്നെ ഇവിടെയും ഏകദേശം ഒരേ ലൊക്കാലിറ്റിയിലായി. അപ്പോൾ പിന്നെ കഴിഞ്ഞ 4 വർഷമായിട്ടും നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ഗ്ലാസ്ഗോയിൽ. അപ്പം അതൊക്കെയാണ് തൂത്തുവിൻ്റെ ഇൻട്രൊഡക്ഷൻ. അത് തൂത്തുവിൻ്റെ പ്രഷറില്ല, തൂത്തുവിൻ്റെ രീതിക്ക് സമാധാനപരമായിട്ടിരിക്കും. ആൾക്കാരാണ് വിചാരിക്കും നമ്മളെന്ന് മറ്റേ തട്ടിക്കൊണ്ട് തീവ്രവാദി ഗ്രൂപ്പിൽ തട്ടിക്കൊണ്ട് മറ്റേ കഴുത്തറക്കാവുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ തൂത്തു കുറച്ച് കഴിയുമ്പോൾ റിലാക്സ് ചെയ്യും. തൂത്തു ഇങ്ങനെ ക്യാമറ ഇല്ലാത്തപ്പോൾ തൂത്തു ടൈം എടുക്കുന്ന പറഞ്ഞ്. തൂത്തു ക്യാമറ ഇല്ലാത്തപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. ക്യാമറ വെക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. നീ ക്യാമറയിൽ നോക്കണ്ട, നീ നമ്മൾ നോക്കി സംസാരിച്ചാൽ മതി. പിന്നെ നമുക്ക് തൂത്തിനെ സൈഡിലെടുത്ത് നമുക്ക് തൂത്തിനെ കുറിച്ച് സംസാരിക്കാം. തൂത്തു കിടിലൊരു കുക്കാണ് ഗൈസ്. എന്താ തൂത്തുവിൻ്റെ ബിരിയാണി സംഭവം എല്ലാവരും കുക്കാണ്. വെറുതെ ഇവർ ഓവറാക്കുന്നത് ഞാൻ കുക്കാണ്, അത്രേ ഉള്ളൂ. എല്ലാവരും കുക്ക് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുക്ക് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും കുക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാനും കുക്ക് ചെയ്യുന്നു. അങ്ങനല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ട് എല്ലാവരെയും പോലെ തന്നെ. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ അത്രേ ഉള്ളൂ. എളിമയാട്ടോ, ശരിയായ ബിരിയാണി ഗൈസ്. നമുക്ക് ആദ്യം ഇവിടെ ബിരിയാണി വെക്കാൻ അറിഞ്ഞൂടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. തൂത്തു ആദ്യമായിട്ടൊരു ശരിയായ ബിരിയാണി വെച്ചു. എനിക്കൊന്നും ആദ്യം നിന്നാന്ന് തോന്നുന്നു തൂത്തുവിന് ആ പേര് വരുന്നത്. തൂത്തുവിൻ്റെ നമ്മളെ ആൾക്കാരൊക്കെ വരും തൂത്തുവിൻ്റെ ബിരിയാണി ആദ്യം വെച്ച്. പക്ഷേങ്കിൽ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ബിരിയാണി വെക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ബാസി പെരുന്നാളിന് വെച്ച ബിരിയാണി നമുക്ക് തോന്നി ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തോന്നി അല്ലേ? എനക്കങ്ങനെ തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ബിരിയാണി വെച്ച് എല്ലാവരും ഇമ്പ്രൂവ് ആയി അങ്ങെത്തി, അത്രേ ഉള്ളൂ. അത്ര അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കുക്കിംഗ് അറിയുമെന്നല്ല, നമുക്ക് ആർക്കും കുക്കിംഗ് അറിയില്ല, അത് ശരിയാണ്. പക്ഷേ നമുക്കൊരു ചില മനുഷ്യന്മാർക്ക് ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു താല്പര്യമുണ്ടാവും. ഫുഡ് ഉണ്ടാക്കാനും അത് ബാക്കിയുള്ളവർ കഴിക്കുന്ന കാണാനെല്ലാം ഭയങ്കര സന്തോഷം. അങ്ങനെ സന്തോഷമുള്ള ഒരാളത് തൂത്ത് അത്ര. അതുകൊണ്ട് ബാക്കി കുക്കിംഗ് എല്ലാം നമ്മളൊക്കെ പഠിച്ച പോലെ തന്നെ രീതിയിൽ. പക്ഷേ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് കൂടുതലുള്ള ആളത് തൂത്തു. ടോക്കിംഗ് അബൌട്ട് ഫുഡ്, നിനക്ക് ഏത് ബിരിയാണിയാണ് ഇഷ്ടം? ഏത് ബിരിയാണി? എനിക്കെല്ലാ ബിരിയാണി ഇഷ്ടം. അതൊന്ന്
എനിക്ക് ബിരിയാണി എങ്ങനെ വന്നാലും ഞാൻ തിന്നും. വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമല്ല, ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഓക്കെ, എനിക്ക് എല്ലാ ബിരിയാണി ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം വലിയ മസാലയില്ലാത്ത മലബാർ ആ അരി വെച്ചുണ്ടാക്കുന്ന ബിരിയാണി, ചെറിയ കൈമാരി വെച്ചുണ്ടാക്കുന്ന ബിരിയാണിയാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ്. ഒരെണ്ണം എടുത്ത് പറയണമെങ്കിൽ, ബാക്കിയെല്ലാം ഞാൻ കഴിക്കും തന്നാ. നിനക്കോ? എനക്കും അത് തന്നെ, ബിരിയാണി എല്ലാം ഇഷ്ടമാണ്. ബിരിയാണി എന്തായാലും പണ്ട് നാട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പം ഇതേപോലെ നല്ലോണം ഫുഡ് കഴിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ചിക്കനും റൈസും എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും കഴിക്കാൻ പറ്റുന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റിലാണുള്ളത്. അല്ലാണ്ട് ബിരിയാണി ഇങ്ങനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം അതൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഇപ്പം ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം ഞാൻ കണ്ണൂരായതുകൊണ്ട് കണ്ണൂരത്തെ കുറച്ച് നല്ല ബിരിയാണികൾ കഴിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ മേ ബി പണ്ട് എനിക്ക് MBK ആയിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം കഴിച്ചപ്പം കുറച്ചും കൂടി ഇഷ്ടമായത് അജ്വേല ബിരിയാണിയാണ്. സോ ഒരിക്കലും നമുക്കൊരു ബിരിയാണി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ബിരിയാണി ഫേവററ്റാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ബാസി അന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ റംസാൻ ഉണ്ടാക്കിയ ബിരിയാണി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് 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 വളരെ എന്താ പറയണ്ടേ, പ്രത്യേകിച്ച് ഉള്ളികളില്ല, വളരെ ഫ്ലേവറായിട്ട് എല്ലാം റൈസിൻ്റെ ഒരു ഇത് ചിക്കൻ ഇതായത്. സോ അത് ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ. അപ്പം ബിരിയാണി ഒരു ഫേവററ്റ് ഇപ്പം പറയാൻ താല്പര്യമില്ല. എക്സ്പ്ലോർ ചെയ്യുക, ഫുഡ് കഴിക്കുക, നമ്മൾ ഓരോ സ്ഥലത്ത് പോവുക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് കഴിച്ചതും എനിക്ക് തോന്നുന്നു കോഴിക്കോടിലെ ബിരിയാണി തന്നെയായിരിക്കും ബെസ്റ്റ്. പിന്നെ നമ്മളിപ്പം കണ്ണൂരുകാരായതുകൊണ്ട് ചിലപ്പോൾ പറയും കണ്ണൂർ ഇതാണ്, പക്ഷേ ബേസിക്കലി എനിക്ക് തോന്നിയത് കോഴിക്കോടത്തെ ബിരിയാണികൾ തന്നെയാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. എനക്കും ബിരിയാണി അങ്ങനെ എല്ലാ ബിരിയാണിയും കഴിക്കും, പക്ഷെ എനിക്ക് കുറച്ചിങ്ങനെ മസാലയെല്ലാം കുറഞ്ഞ ബിരിയാണിയാണ് എനിക്കിഷ്ടം. കൂടുതലായിട്ട് കുറേ സ്പൈസസും അങ്ങനെയല്ല എനിക്ക്. പിന്നെ എനിക്ക് ആ ചെറിയ അരിൻ്റെ ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷേ എന്ന് വെച്ചിട്ട് അതാണ് ലോകത്തെ ബെസ്റ്റ് ബിരിയാണി എന്നല്ല, ഓരോ ആൾക്കാർക്ക് വളരെ സബ്ജക്റ്റീവായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നുള്ളൂ. ഈ MVKയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, ശരിയായ ബിരിയാണിയാണ് MVKയിലെ. MVKയിൽ എനിക്ക് തോന്നുന്നു കുറേ ഗ്ലോറിഫൈ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ ബൂസ്റ്റ് ആര് ഗ്ലോറിഫൈ എന്നുള്ളതാണ്. തൂത്തുവിന്റെ പണ്ട് വൈറലായ ഒരു ഓഡിയോ എല്ലാം ഉണ്ട്, മറ്റേ പാട്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എവിടെയും കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ തോന്നുന്നു നമ്മളിപ്പം ഫ്രണ്ട്സ് ആയാലും ഇതായാലും ഫസ്റ്റ് ചോയ്സ് ബിരിയാണി ആയിരിക്കും. അല്ലെങ്കിൽ MVK പോയി കഴിക്കുക, അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പോയി ബിരിയാണി കഴിക്കുക, അവിടുത്തെ ഫിഷ് ബിരിയാണി അടിപൊളിയാണ്, ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. സോ ആ രീതിയിൽ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയോണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അതാണ് ഇപ്പം പണ്ട് ഞാനും സഞ്ജയും കോളേജ് കഴിഞ്ഞിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവന് സോഫ്റ്റിലെ ബിരിയാണി ഇഷ്ടം, എനിക്ക് MVKയിലെ ബിരിയാണി ഇഷ്ടം. ഇല്ല, നമ്മളടിയാക്കും, നമ്മളടിയാക്കിയിട്ട് ഏത് സ്ഥലത്ത് പോകണം എന്നുള്ള ഒരു ഇതിൽ. പക്ഷേ ചിലപ്പോൾ സോഫ്റ്റ് പോവും, ചിലപ്പോൾ MVK പോവും. സോ ഓരോ ആൾക്കാർ ഇഷ്ടം അതിപ്പോൾ അങ്ങനെയാണ്, ഓരോ ആൾക്കാർ ഇഷ്ടം പോലെ ബിരിയാണീൻ്റെ ടേസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. ശരി, തെറ്റ് പറയാൻ പറ്റില്ല. അല്ല, ഈ ഫുഡ് ടൂറിസം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ലേ, അതായത് ഞാൻ പണ്ടൊരു ദിവസമില്ലേ, ഞാൻ എവിടെയോ ട്രെയിനിൽ പോയിട്ട് തിരിച്ചു വരുന്ന, അപ്പോൾ ഒരു ട്രെയിനിലൊരു മനുഷ്യൻ എൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ഞാൻ ഇയാളെന്ന് സംസാരിച്ചപ്പോൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി, ഞാൻ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് വരുമ്പോഴേക്കും അയാൾ ആരെന്ന് വെച്ചാൽ കാഞ്ഞങ്ങാട് പണ്ടൊരു കൈലാസ് തിയേറ്റർ ഉണ്ടായി. ഈ കൈലാസ് തിയേറ്ററിൻ്റെ മുതലാളിയാണ് അയാൾ. കൈലാസ് തിയേറ്റർ ഇപ്പോൾ ഇല്ല, മാറ്റി. കൈലാസ് വികാരം ഗൈസ്, ഓക്കെ അത് പോട്ടെ. എന്നിട്ട് ഇയാളോട് ഞാൻ വെച്ചാൽ എവിടെ പോയെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇയാൾ രാവിലെ എണീച്ചിട്ട് കോഴിക്കോട് പോയിട്ട് തിരിച്ച് കാഞ്ഞങ്ങാടേക്ക് വരുന്ന. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാ പോയി? അപ്പോൾ ഇയാൾ പറഞ്ഞു ഫുഡ് കഴിക്കാൻ. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, അതായത് അവർക്ക് ഫുഡ് ടൂറിസം, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം രാവിലെ എണീച്ചിട്ട് ഒരു സ്ഥലത്ത് പോകുന്നു, എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ച് തിരിച്ചു വരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ചിട്ട് വരണം, പക്ഷെ സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ ആക്ച്വലി ഇത്ര സമയം കിട്ടാത്ത നീ എന്താ ചെയ്യുന്നത്? ചെയ്യാത്തല്ല, ഒന്നാമത് നാട്ടിലുണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കിയാൽ ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ഭയങ്കര കുറവായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഫുള്ള് വീട്ടിൽ നിന്ന് തന്നെയാണ്, പുറത്ത് പോകുന്ന അങ്ങനെ പരിപാടിയില്ല. പിന്നെ ഞാൻ +1 +2 തൊട്ട് മംഗലാപുരത്ത് പോയിട്ട് ഇപ്പോൾ അപ്പോഴും അത് പിന്നെ വീട്ടിൽ തന്നെയായി ഒരു +2 ഒക്കെ ആകുമ്പോൾ.
പിന്നെ കോളേജ് എത്തിയിട്ട് അവിടെ പിന്നെ വേറെ കുറേ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ കോളേജ് എന്ന് പറഞ്ഞ ഒരു കാടിൻ്റെ നടുക്കുക. അവിടെ രണ്ട് മൂന്ന് ഹോട്ടലുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് ഡിഷ് എന്നും മറ്റേ വരുന്നായിരുന്നു മാജിക് അല്ല, നമ്മുടെ തൊട്ടടുത്തുണ്ടായ ഹർഷിത അങ്ങനെ ബിരിയാണി അങ്ങനെ ഇപ്പൊ റെഡ് ഡിഷിൽ അല്ലേ, റെഡ് ഡിഷിൽ ഒരു പ്രത്യേക ടൈപ്പ് ബിരിയാണി ആയിരുന്നു. റെഡ് ഡിഷിലെ ബിരിയാണി നല്ല ബിരിയാണിയാണ്. സംബന്ധിച്ചാൽ നമുക്ക് നാടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കുമ്പോന്ന് തോന്നലുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി സംഭവം ഇപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ്, മസാലയാണ്, പക്ഷെ രസമാണ് ബിരിയാണി, രസമാണ്. ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. ഞാൻ ഒരിക്കൽ ആക്കിയിട്ടുണ്ട്. പക്ഷെ എളുപ്പമാണ്, കാരണം നമുക്ക് വേറെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്യാനില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഉള്ളി വറുത്തിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണിയായി. ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ആക്കുന്നു. അപ്പം ഫ്രൈ ചെയ്യണം, ഫ്രൈ ചെയ്തിട്ട് അത് മസാലയിൽ ഇടണം, മനസ്സിലായി? അല്ലാതെ നേരെ ഉള്ളി ഫ്രൈ സംഭവം അതാ. ഇപ്പം ഞാൻ പറഞ്ഞില്ല MBKലെ ബിരിയാണി, അതിലും ചെറുതായിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യും. ഇത് അങ്ങനെയല്ല, ഇത് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് മസാല കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. ഇപ്പം മിക്ക ഹോട്ടലുകളും ഇപ്പം പല ഹോട്ടലുകളിലും അങ്ങനെയായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ നമുക്ക് അവിടെ പണ്ട് കൊല്ലത്തൊരു ബിരിയാണി കട എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റേ പീസും. ഓക്കെ ഗൈസ്, നമ്മൾ നോർത്ത് കേരള ഏതോ പറയും സൗത്ത് കേരളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ സൗത്ത് കേരളയിലെ ബിരിയാണി എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് ഗ്ലോബലൈസേഷനെ കുറിച്ച് വലിയൊരു പിടിയില്ല. ഇവരുടെ വിചാരം ഇപ്പോഴും ആ ബിരിയാണി കോഴിക്കോട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ണൂര് മാത്രമേ ഉള്ളൂ. 4 കൊല്ലം മുമ്പ് ബിരിയാണി വെച്ചപ്പോൾ ടെർണനോട് പറഞ്ഞതാ സംഭവം, കുറച്ച് മുന്തിരിയും കുറച്ച് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കര ബിരിയാണി സെറ്റ്. അല്ലല്ല ഇരിക്കട്ടെ, പൈനാപ്പിൾ ഇട്ട ബിരിയാണി നിനക്ക് ഇഷ്ടമല്ലേ? പൈനാപ്പിൾ ഇട്ട ബിരിയാണി എനിക്ക് ഇഷ്ടമാവും തോന്നുന്നില്ല, പക്ഷെ പൈനാപ്പിൾ ഇട്ട പിസ്സ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പൈനാപ്പിൾ ഇട്ട ബിരിയാണി തിന്നുന്നവരെ കളിയാക്കുന്നെങ്കിലേ അല്ല ഗൈസ്, ഇല്ല സംഭവം. ഹലോ, ബിരിയാണി ഈ ബിരിയാണിക്ക് ഒരു അല്ല നൈസ്. ഞാൻ കൊച്ചിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഇട്ട ബിരിയാണി. ആണോ? എന്നിട്ട് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഓ എന്തായാലും. എന്നിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ നല്ലായിരുന്നല്ലോ. നമ്മളൊരു കളിയാക്കാൻ വെറുതെ തമാശ വേണ്ട, സൗത്ത് കേരളയെ തൊട്ട് കളിക്കുന്ന സംഭവം. നല്ല ബിരിയാണി ഇപ്പൊ കൊല്ലത്തും കിട്ടും, കൊട്ടാരക്കര കിട്ടുമായിരിക്കും. കിട്ടും. സുഹൈലിന്റെ കല്യാണത്തിന് പോയപ്പോ കിട്ടില്ല ബിരിയാണി കല്യാണത്തിന്. അങ്ങനെ കാര്യങ്ങളോ. പക്ഷെ അതാ ഈ കല്യാണത്തിന് ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് പക്ഷെ ഹോട്ടലിൽ കിട്ടുന്നില്ല ആ നാട്ടില്. അതാണ് പ്രശ്നം. പ്രശ്നം എന്നല്ല, നീ ഏതൊക്കെ ഹോട്ടലിൽ പോയി കൊല്ലത്ത്? അല്ല ഞാൻ എന്നോട് പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞതാ. ആരാ പറഞ്ഞു? നീ കണ്ണൂക്കാരനോ? നീ ഞാൻ കൊട്ടാരക്കരയെ കുറിച്ച് പറയാം, അത് വിട്. ഓക്കെ, നീ കൊട്ടാരക്കര ബിരിയാണി എങ്ങനെയാ നീ പറ. കൊട്ടാരക്കര ബിരിയാണി ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പം അങ്ങനെയല്ല, ഞാൻ പോയി കഴിച്ച കടയിലെ ബിരിയാണി നല്ല ചിക്കൻ കറിയും ചോറും ചാറൊക്കെ വരുന്നതാണ്. ചോറ് ചർപ്പിച്ചോണ്ട് ബിരിയാണി ചിക്കൻ കറിയുടെ ചാറൊക്കെ വരുന്നു. ബിരിയാണി കുറച്ച് അങ്ങനെ എനിക്ക് തോന്നുന്നു അത് കർണാടക സ്റ്റൈലിൽ എന്തോ അങ്ങനെ ആ ഏരിയയിലുള്ള ബിരിയാണിയാണ്. കാരണം കൊട്ടാരക്കരയുടെ കറി പോലെ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഹൈലൈറ്റ് ഉണ്ട് ഇതിന്റെ അല്ലല്ല, ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട്. ഈ ചിക്കൻ കറി ബിരിയാണി മുകളിലവർ വളരെ മാന്യമായിട്ട് ടൂട്ടി ഫ്രൂട്ടി ചെയ്തു. പൈനാപ്പിൾ വരെ ഞാൻ അംഗീകരിച്ചു തരും. ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉള്ള കാര്യം പറയാലോ. കുറച്ച് ബുദ്ധിമുട്ടല്ല, നല്ല ബുദ്ധിമുട്ട്. എല്ലാ ഹോട്ടലിലും അങ്ങനെയാണോ? അല്ലല്ല, ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നിർത്താൻ സ്ഥലമുള്ളടത്ത് നിർത്തി കയറിയതാ. അത് കൂടെ ഷിബു ഉണ്ട്, അവൻ കാസർഗോഡ്. അവനെ കൊണ്ട് കേട്ടിട്ട് ഞാനും ഷിബും കൂടെ പോയിട്ട് ശിവരാവും കൂടെ പോയിട്ട് നേരെ കയറി. ഇത് നല്ല ചിക്കൻ കറിയും ചോറും വെളി ടൂട്ടി ഫ്രൂട്ടിയും ഡെസേർട്ടും കറിയും ചോറും എല്ലാം കൂടെ. അല്ലെ പക്ഷേ കുറച്ച് ഇപ്പൊ നമ്മള് നമ്മൾ അതായത് നമ്മുടെ കോളേജിന്റെ ഹോസ്റ്റലിൽ കിട്ടുന്ന ബിരിയാണി കുറച്ച് അങ്ങനെയാണ്. അതായത് ഈ ചോറും ഇങ്ങനെ ഒരു ചിക്കൻ കറി പോലെ ഒരു ഗ്രേവി രണ്ടും കൂടി പപ്പടവും വ്യത്യാസമുണ്ട് അല്ലേ. പപ്പടം നമ്മളെ പപ്പടം അല്ല, കുറച്ചും കൂടി മറ്റേ തിൻ പപ്പടം, നമ്മളെ പൊള്ളിച്ചെടുത്ത അതുപോലത്തെ അല്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ആണെങ്കിൽ അത് ഞായറാഴ്ച മാത്രമേ കിട്ടൂ. ഞായറാഴ്ച മാത്രമാണ് ഈ സാധനം നമുക്ക് ബിരിയാണി ഉച്ചക്ക് ഉണ്ടാവും. അല്ല സംഭവം തുടക്കത്തിൽ നമുക്കത് തുടക്കത്തിൽ ഒന്നാമത് തന്നെ നമ്മൾ ഫുഡ് മാറുമ്പോൾ നമ്മളൊരു പുതിയൊരു മെസ്സ് പോകുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്നല്ല, നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ കഴിക്കാൻ. ഒരുമാതിരി എന്താ പറയുക, എനിക്കറിയില്ല, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല തുടക്കത്തിൽ എന്തൊക്കെയോ സാധനങ്ങൾ. പക്ഷേ ഒരു 3-4 മാസം ആകുമ്പോൾ നമ്മൾ അതിന് മെല്ലനെ ഇതാവും. 2 കൊല്ലമാകുമ്പോൾ അതിന് അടിമയാവും. പക്ഷെ അങ്ങനെയാണ് ഇപ്പോൾ ബിരിയാണിയോട് അവസാനം എല്ലാവർക്കും താല്പര്യമായി.
ഞായറാഴ്ച അടി. എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി എല്ലാവരും ഇരുന്ന് കഴിക്കുക. എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പം നമ്മൾ മലയാളികൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ചിരുന്ന് കഴിക്കുക. എനിക്ക് തോന്നുന്നൊരു 10-15 ആൾക്കാരുണ്ടാവും. സോ പെട്ടെന്ന് നമ്മൾ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കാട് പോലെ. അപ്പോൾ ഈ കുറച്ച് കുരങ്ങന്മാർ തുള്ളി കളിക്കും. അപ്പോൾ ഓന് ഒരു ഫൺ മൂഡിൽ ഓൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയോ ഈ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കോഴീനെ കൊണ്ടാക്കിയതല്ല. എന്നിട്ട് ഓൻ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കുറേ കുരങ്ങന്മാർ തുള്ളി കളിക്കുന്നു. സോ അവിടെ ഇരുന്ന് ആ റോളിലുള്ള എല്ലാവരും ആ റോളിലുള്ള എല്ലാവരും പെട്ടെന്ന് എണീക്കുന്നു. ഒരു 10 ആൾക്കാർ നേരെ പോയിട്ട് ബിരിയാണി ഡംപ് ചെയ്യുന്ന എനിക്കുണ്ടായ എക്സ്പീരിയൻസാ. സോ അത് കഴിഞ്ഞ് ഒരു 3rd year ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് ശനി ഞായറാകുമ്പോൾ ആൾക്കാർ നാട്ടിൽ പോകും. ഇപ്പോൾ അടുത്താണല്ലോ മംഗലാപുരം, അടുത്തായതുകൊണ്ട് മംഗലാപുരത്ത് നിന്ന് അത്രയേ ഉള്ളൂ, ഒരു 3-4 മണിക്കൂറുള്ളൂ. കാസർഗോഡ് കണ്ണൂരുള്ളവരെല്ലാം നാട്ടിൽ എന്തായാലും പോകും. അപ്പം അവരുടെ കൂപ്പൺ എടുത്തിട്ട് 2 ബിരിയാണി കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ ഞാൻ നാട്ടിൽ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് പോവും, അറിയില്ല, സമയം കിട്ടാറില്ലല്ലോ. പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാ ബാസിയും പോക്കില്ലല്ലോ. ബാസിക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് മംഗലാപുരം ഭയങ്കര ഇഷ്ടമായത് ഇടയ്ക്കിടയ്ക്ക് മാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. സോ ഓന് അങ്ങനെ നാട്ടിൽ പോകാൻ പറ്റില്ല, അതാണ് അവൻ്റെ ഒരു പ്രശ്നം. ഇല്ല, എല്ലാ ആഴ്ച നാട്ടിൽ പോകാറില്ല. പക്ഷേ ഞായറാഴ്ച ഈ സാധനം ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു രസമായിരുന്നു. പിന്നെ അവസരം 4ാമത്തെ വർഷം 4th year ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക വികാരമായി മാറി. പിന്നെ മിസ് ചെയ്ത് തുടങ്ങി, കോളേജ് മിസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഗ്രൂപ്പിലെല്ലാം വരും നിട്ടയിലെ ബിരിയാണി ഹാർട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പണ്ട് ചീത്ത വിളിക്കുന്ന ബിരിയാണി എന്ത് മെസ് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്താൽ നിട്ടയിലെ ഹോസ്റ്റൽ വാസ് ആക്ച്വലി അടിപൊളി ഹോസ്റ്റലാണ്. മീൻസ് ഹോസ്റ്റലിന്റെ ഫെസിലിറ്റി വൈസും എല്ലാവർക്കും നല്ല കിടില റൂമും ഫുഡും. നമുക്ക് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഒരിക്കലും പ്രശ്നമൊന്നും. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഓരോ മന്തും ഓരോ നാട്ടിലുള്ളവർക്കാണ് മെനു ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ എനിക്കൊന്ന് മലയാളികൾ ഇടാറുണ്ട് മെനു. അന്ന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റുകളോട് ചെറിയൊരു എതിർപ്പുണ്ടായി. എനിക്ക് ഈ രാവിലെ തന്നെ എണീച്ചിട്ട് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഇത് പറഞ്ഞ പോലെ തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ ഇത് ഓർമ്മയില്ലേ, ചെന്ന ഭട്ടൂര. അതല്ല, ചെന്ന ഭട്ടൂര മാത്രമല്ല, നമ്മളൊരു മഞ്ഞച്ചോറ് പോലത്തെ ഒരു സാധനം ഇല്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള മഞ്ഞച്ചോറ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബാസിക്ക് ചോറ് ഇഷ്ടമല്ല ഗൈസ്. ബാസി ഒരു ചോറ് വിരോധിയാണ്, പഴം വിരോധിയാണ്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത ചക്ക. അല്ലെങ്കിൽ മഞ്ഞച്ചോറിന്റെ സംബന്ധിച്ചാൽ മഞ്ഞച്ചോറുള്ള ദിവസം മലയാളികൾ കഴിക്കാറില്ല. മഞ്ഞച്ചോറുള്ള ദിവസം നമുക്കറിയാം, നമ്മൾ മെനു ഒന്നും നോക്കിയിട്ടല്ലോ നിൽക്കുന്നത്. ഇപ്പം കുറച്ച് നേരത്തെ എണീച്ചിട്ട് മെസ്സ് പോകുന്നവർ എന്ത് ചെയ്യും, പോയിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കൂപ്പൺ എടുത്തിട്ട് പറയും പോയിക്കോന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ല മഞ്ഞച്ചോറ്. പക്ഷെ മഞ്ഞച്ചോറ് എന്താ സാധനം എന്ത് അറിയില്ല, അതെനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇത് അതേപോലെ തന്നെ ഇപ്പൊ ഒരു ചിലപ്പോൾ കോഴ്സ് ഇപ്പൊ 4 കൊല്ലല്ലേ, ഇതിപ്പോ 8 കൊല്ലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 6ാമത്തെ കൊല്ലാകുമ്പോൾ ചിലപ്പോൾ മഞ്ഞച്ചോറ് കഴിച്ചു വരും. കാരണം വേറെ വഴിയില്ലല്ലോ. 2-3 year കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ മഞ്ഞച്ചോറ് ഇഷ്ടം എന്തായാലും, കാരണം വേറെ വഴിയില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മള് ഒരു ചാണകക്കറി എന്ന് വിളിക്കുന്ന ഒരു കറിയാണ്. സോ അത് ഇവിടെ വൻ പോപ്പുലർ ആയിട്ടുള്ള ഈ സാഗ് പനീർ എന്നെല്ലാം പറയുന്ന, അതായത് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത്. അല്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ചിലവർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. പക്ഷെ എന്നെ കൊണ്ട് സാഗ് പനീറാന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് ചാണകക്കറി എന്ന് പറയാം. ഉറപ്പല്ലേ, നമുക്കത് കാണുമ്പോൾ എന്താ അറിയില്ല, അങ്ങോട്ടേക്ക് പോകാനും തോന്നൂല അപ്പം തന്നെ. പക്ഷെ അതാണ് അവിടെ ബേസിക് ആയിട്ട് എപ്പോഴും ഉച്ചക്കും രാത്രിയും ചോറും പരിപ്പ് കറിയും പിന്നെ ഒരു സാമ്പാർ പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ളൊരു കറിയും എപ്പോഴും ഉണ്ടാവും. പിന്നെ തൈരുണ്ടാവും, അച്ചാറുണ്ടാവും. സോ നമുക്ക് ഇപ്പം ബാസിനെ പോലത്തെ ഉള്ളവർക്ക് പറ്റൂല. കാരണം വെച്ചാൽ ബാസി ചോറ് കഴിക്കില്ല, ബാസി ചോറ് കഴിക്കുന്ന ഏതൊരു കണ്ടിട്ടില്ല. സോ പക്ഷെ ബാക്കിയുള്ളവർ കുറെ ആൾക്കാർ ചോറ് ഇഷ്ടമുള്ളവർ നല്ല പോലെ. നിന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്താ? എനിക്ക് രാവിലെ ഐഡിയൽ കഴിക്കാൻ താല്പര്യമുള്ള എല്ലാ ദിവസവും? അത് കാലം മാറിയല്ലോ, കാലം മാറുന്നതനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കിട്ടാത്ത എന്താണോ അതിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു എനിക്ക് ചിലപ്പോൾ ഇഡ്ഡലി, പുട്ട്, ഇപ്പം നമ്മളെ നാട്ടിൽ എന്താണോ അതിനോട് തന്നെയാണ് ഇപ്പോൾ താല്പര്യം. മേ ബി കുറേ കാലം അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നും നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എന്താ പറയുക, ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇത് കഴിക്കും, ബെയിൻസിലെല്ലാം പോയിട്ട് അല്ലെങ്കിൽ ഗ്രെക്സിലെല്ലാം പോയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് ഇടയ്ക്ക്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ റൈസ് നൂഡിൽസ് വാങ്ങിയിട്ട്
ഇടിയപ്പം പോലെ ആക്കി അതിന് മുട്ടക്കറി, അതെല്ലാം വളരെ എന്താണ് കഷ്ടപ്പാടാണ് ഇതെല്ലാം ആക്കാൻ, അത് വേറെ കാര്യം. സോ ബേസിക്കലി എന്തെങ്കിലും അല്ല ബേസിക്കലി എന്തെങ്കിലും ചൂടാക്കി കഴിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഡെയിലി എന്താ കഴിക്കാൻ പറ്റുക വെച്ചാൽ ഞാൻ പ്രോബബ്ലി ദോശ പറയും. ഇപ്പോൾ ദോശ എനിക്കൊന്ന് അറിയാം, അങ്ങനെ ഡെയിലി കഴിച്ചിട്ടില്ല. ഡെയിലി കഴിക്കുന്നതാണെങ്കിലും എനിക്ക് ദോശ തിന്നാൻ എനിക്ക് ഇഷ്ടം. പിന്നെ പുട്ടും ഇഷ്ടം, ഇഡ്ഡലി ഇഷ്ടം, എല്ലാം ഇഷ്ടം. അല്ല എനിക്ക് ദോശയും ചിക്കൻ കറി ഇഷ്ടം. ഓ എനിക്ക് ദോശയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടം. നല്ല ദോശയും ചമ്മന്തിയും എനിക്ക് ചിക്കൻ കറി അന്ന് രാവിലത്തെ ആയിരിക്കില്ല, തലേദിവസം ചിക്കൻ കറി അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കും. എനിക്കൊന്ന് ദോശയുടെ കൂടെ എപ്പോഴും ചമ്മന്തി അരയ്ക്കും വീട്ടിൽ. ചമ്മന്തിയും ദോശയും എന്തെങ്കിലും ഒരു മറ്റേ കറി, കളറുള്ള. ഏത് ദോശയോ? കട്ടിയുള്ള ദോശ. എനിക്ക് തോന്നുന്നു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേ അരിദോശ. അരി മാത്രം നമ്മള് ഉഴുന്നില്ലാത്ത അരിദോശ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ദോശ എന്ന് പറയുന്നത് നമ്മൾ ഈ മസാല ദോശയിൽ കിട്ടുന്ന ആ ദോശയില്ലേ, അല്ലെങ്കിൽ തട്ട് ദോശ പോലത്തെ ദോശ നമ്മളെ എനിക്കങ്ങനെയാ തോന്നിയ. അല്ല, നാട്ടിലിപ്പോ വീട്ടിലുണ്ടാക്കുന്ന ദോശ ഉഴുന്നും അരിയും കൂടെ ദോശ, അത് മസാല ദോശയിൽ ഇടുന്ന സാധനം അല്ലടാ. പരന്ന ദോശയല്ല, തട്ടി ദോശ പോലെ തന്നെ, പക്ഷെ എത്ര ചെറുതായിരിക്കില്ല. അതേ പറഞ്ഞ ആ മാവ് മസാല ദോശന്റെ ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുന്ന ദോശയല്ലേ? എനിക്കറിയില്ല, ആയിരിക്കും. ഇപ്പൊ മസാല ദോശയുടെ മാവ് എന്താന്ന് എനിക്കറിയില്ല. അല്ലടാ, എന്റെ വീട്ടില് എന്റെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മസാല ദോശ വെക്കുന്ന ദോശ തന്നെയാണ് അധികം ദോശ. എനിക്ക് തോന്നുന്നു എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ദോശ, ഏത് ഇപ്പൊ നീർദോശ എന്ന് പറയില്ലേ, അതിന്റെ ഒരു അരിപ്പൊടി മാത്രം വെച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇത് മാത്രമാണ്, തേങ്ങയുണ്ട് അല്ലേ? ഐ ഡോണ്ട് നോ, ചെറുതായിട്ട് തേങ്ങ ഉണ്ടെന്ന്. പക്ഷെ അല്ല, അതും ചിക്കൻ കറിയുള്ള കോമ്പിനേഷൻ ആണ് ഇഷ്ടം. എനിക്ക് ആ സാധനം ഇഷ്ടമാണ് ഭയങ്കര. കർണാടകയിൽ ഇതിനെ നീർദോശ എന്ന് പറയും, നമ്മളെ നാട്ടിൽ ഇതിനെ ചള്ളം എന്ന് പറയും. ചള്ളം ദോശ എൻ്റെ ചിലപ്പോൾ തെറ്റായിരിക്കും കേട്ടോ, പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിൽ ഇതിനെ ചള്ളം. പക്ഷേ ഇത് ഇങ്ങനെ ആ മേല് വളരെ തിന്നായിട്ടുള്ള ഒരു ദോശ, ഒരു ടൈപ്പ് ഓഫ് ദോശയുണ്ട്. മറ്റേതുപോലെ അങ്ങനെ. പിന്നെ ഈ മസാല ദോശയും തട്ട് ദോശയും തമ്മിൽ വ്യത്യാസമില്ലേ? തട്ട് ദോശ കുറേ കൂടി കട്ടിയുള്ളതല്ലേ, പക്ഷെ മസാല പക്ഷെ അതിന്റെ മാവ് ഒന്നായിരിക്കും. ദോശമാവെന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഉഴുന്ന അരിയൊക്കെ നമ്മുടെ നാട്ടിൽ ദോശമാവ് കട്ടിയുള്ള തട്ടുദോശ പോലെ ഇരിക്കുന്ന ദോശ രാവിലെ വീട്ടിൽ കിട്ടുന്നത്. പക്ഷെ അത്ര ചെറുതല്ല. തട്ടുദോശന്റെ പ്രോപ്പർട്ടി എനിക്ക് തോന്നുന്നു വളരെ ചെറുതായിരിക്കും. ഇത് ഒരു പാനിൽ കൊള്ളുന്ന ഒരു ചെറിയ സൈസ്, നോട്ട് വെരി തിൻ. മസാല ദോശയിലും വ്യത്യാസമുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ച കാര്യം, എനിക്ക് തോന്നുന്നു കർണാടക ഭാഗത്തെല്ലാം ഭയങ്കര ക്രിസ്പി ആയിരിക്കും മസാല ദോശ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം നമ്മൾ കൊച്ചിയിൽ വൃന്ദാവനത്തിലെല്ലാം പോയാലും അത് ദോശ കുറേ കൂടി സോഫ്റ്റാണ്. നിനക്ക് ഏത് ദോശ ക്രിസ്പിയാണോ ഇഷ്ടം? ക്രിസ്പി ഇങ്ങനെ പട്ട പൊടിഞ്ഞു പോകുന്ന എനിക്കിഷ്ടം. നമ്മൾ ഋഷീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ, അത് ഭയങ്കര ക്രിസ്പി അല്ലായിരുന്നു. എനിക്കൊന്ന് നടുക്ക് കുറച്ച് മസാലയുള്ള ഭാഗം മാത്രമേ ഇതുണ്ട്. ആകുമ്പം ഭയങ്കര ക്രിസ്പി ആണെങ്കിൽ പൊട്ടി എനിക്കത് ചമ്മന്തി അത് പറ്റില്ല. ചമ്മന്തി ഇങ്ങനെ എനിക്കും ക്രിസ്പി വലിയ താല്പര്യമില്ല. എനിക്ക് രണ്ടും ഇഷ്ടം. ഇപ്പൊ ഞാൻ ഈ ഹോട്ടലിൽ പോകുന്ന കാര്യം പറഞ്ഞു, ഇങ്ങനെ ഇപ്പോൾ വൃന്ദാവൻ എന്ന് പറയാൻ കാരണം എപ്പോഴൊക്കെ ഒരു 2-3 വർഷം ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഈ കൊച്ചിയിൽ വൃന്ദാവൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയിട്ടുണ്ട്. ശരിയായ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കതും ഇഷ്ടം. ഞാൻ ക്രിസ്പി എന്ന് പറയാൻ കാരണം ഈ ബാംഗ്ലൂർ ഭയങ്കര പോപ്പുലറായ ഒരു മറ്റേ ചൈനാന്ന് MTR എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര റിച്ച് ആയിരിക്കും. അതായത് ഇങ്ങനെ ഭയങ്കര കട്ടിയും ഭയങ്കര നെയ്യും എല്ലാം ഭയങ്കര വളരെ റിച്ച് ഒരു സാധനം. കഴിച്ചു കഴിഞ്ഞാൽ ഇരിപ്പതാണ്. അങ്ങനെ ഒരു സെറ്റപ്പാണ് അവരെ ദോശയെല്ലാം. പിന്നെ ജസ്റ്റ് ഓൺ ദ കോൺട്രവേഴ്സീസ്, ഇപ്പം അടുത്ത് എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ച ട്വിറ്ററിൽ വലിയ അടി ഉണ്ടായിരുന്നു. ഇടിയപ്പാണോ നൂൽപുട്ടാണോ? അല്ല, ഇടിയപ്പം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നൂൽപുട്ട് എന്ന് പറയുന്നത് ചെറുതാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് അല്ല, സംഭവം കോംപ്ലിക്കേഷൻ അല്ല, സംഭവം നമുക്ക് ജീവിച്ച സാഹചര്യം വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഫുഡിന് അല്ലേ. നമ്മള് ഇടിയപ്പം എന്റെ വീട്ടിലിപ്പോ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുന്ന സാധനം, പക്ഷെ അതിങ്ങനെ റൗണ്ട് ആയിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ പരന്ന അങ്ങനെ ഒരു സാധനം അല്ല. അങ്ങനല്ല, അത് റൗണ്ട് ഫുൾ ഇങ്ങനെ ഒരു കേളി ഷേപ്പിൽ ഇങ്ങനെ ഒരു പോവും അല്ലേ. പക്ഷെ നൂൽപുട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി അതിൻ്റെ മേലെ ഇങ്ങനെ ആയി, അതിനൊരു ഷേപ്പില്ല, അത് റൗണ്ടായി വരണം എന്നില്ല. നീ ഇടിയപ്പം ശ്രദ്ധിച്ചാൽ മതി, ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാവുക അല്ലടാ, അതൊരു റൗണ്ട് ആയിട്ടുണ്ടാവും ഉദ്ദേശിച്ച്. അങ്ങനെ വ്യത്യാസം ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഇത്രയും കാലം അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇടിയപ്പം ഇതുവരെ വീട്ടിൽ നിന്ന് എൻ്റെ എനിക്കിപ്പം പറയുകയാണെങ്കിൽ എൻ്റെ ആ ഏരിയയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഇടിയപ്പം എന്ന് പറയുന്ന ഒരു സാധനം നൂൽപുട്ടാണുള്ളത്. അതാ പറഞ്ഞത്,
അടാ നൂൽപുട്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. അതാ പറഞ്ഞു എല്ലാ എന്താന്ന് നീ പറ. അല്ല രണ്ടും ഒരേ മാവായിരിക്കാം, ഒരേ സംഭവമായിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടിയപ്പം ഞാൻ കഴിച്ചത് അധികവും എനിക്ക് തോന്നുന്നു ഹോട്ടലുകളുണ്ട്, കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കൊച്ചി അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അല്ല, നൂൽപുട്ട് എന്ന് പറയുമ്പോ എന്താ സാധനം വരുന്നത്? എന്താ നൂൽപുട്ട് എന്ന് പറയുമ്പോൾ അരിമാവ്. മാവിനെ പറ്റി എനിക്കറിയില്ല, സെയിം തന്നെയായിരിക്കും. ഷേപ്പിൽ എന്താ? ഷേപ്പ് ഒന്നുമില്ലടാ. ഷേപ്പ് ഒരു ഇപ്പോൾ നീ ഇഡലി ഉണ്ടാവില്ലേ, ഇഡലിനെ പോലെ ഒരു ചെറിയൊരു പൊക്കം ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ ഇങ്ങനെ 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 വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്നുമില്ല എഫേർട്ട് ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ അല്ല അങ്ങനെയല്ല, മനസ്സിലായി. ജസ്റ്റ് ഇങ്ങനെ അതിന്റെ മേലെ ഇങ്ങനെ കേളി ഇങ്ങനെ ആയിട്ട്. അപ്പൊ ഇടിയപ്പം എന്താ? ഇടിയപ്പം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി പരന്നിട്ട്, ഇപ്പൊ ഒരു പൊറോട്ട ഉണ്ടല്ലോ, കോയിൻ പൊറോട്ടേനെയും കാട്ടി കുറച്ച് വലിപ്പത്തില് വളരെ കട്ടിയില്ലാതെ അതിങ്ങനെ. അല്ല ഇത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. എന്റെ വീട്ടിൽ നീ പറഞ്ഞ സാധനം, നീ നൂൽപുട്ട് എന്ന് പറയുന്ന സാധനം എന്റെ വീട്ടിൽ ഇടിയപ്പം, ഇഡലി പാത്രത്തിൽ ഇങ്ങനെ വട്ടത്തി ഉണ്ടാക്കുന്ന. അപ്പൊ അത് പേര് വിളിക്കുന്നതിൽ വ്യത്യാസമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്കറിയാം, എന്റെ വീട്ടിലും ഇടിയപ്പം ആക്കാറുണ്ട്. അത് ഇതുപോലെ തന്നെ ഈ സാധനത്തിൽ ഇങ്ങനെ. നിന്റെ വലുതാണോ നിന്റെ വീട്ടിലെ ഇടിയപ്പം? അല്ല ഇടിയപ്പം എന്നാണ് വിളിക്കല്. എന്റെ വീട്ടിൽ ഇടിയപ്പം വിളിക്കില്ല. പോരാത്തതിന് അതിങ്ങനെ ഇഡ്ലി തട്ടില്ലല്ലോ എന്റെ വീട്ടിൽ. എന്റെ വീട്ടിലൊക്കെ മറ്റേ ഒരു സ്റ്റീമർ ഉണ്ട്, അപ്പച്ചമ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഇഡ്ലി തട്ടിൽ എങ്ങനെയാണ്? അപ്പൊ വളരെ ചെറുതായിരിക്കൂലേ? അതാ ചെറുതാ. അല്ല എന്റെ വീട്ടിൽ ചെറുതല്ല, വലിയ ഇഡ്ലി തട്ടുണ്ട്. വലിയ ഇഡ്ലി തട്ടോ? അപ്പൊ എത്ര വലിയ ഇഡ്ലിയാണ്? മറ്റേ ദൊഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അത്ര വലുതല്ലടാ. പക്ഷെ ഇഡ്ഡലി എനിക്ക് ഇഡ്ഡലി തട്ടില ഇടിയപ്പം ഉണ്ടാക്കണേ സെറ്റാ. നല്ല കുറെ കഴിക്കാം. ഒരു തട്ട് ഒരാൾക്ക് കിട്ടും. അല്ല ഇടിയപ്പം എന്തും കുട്ടിയാ സാധാരണ കഴിക്കാം? മുട്ട റോസ്റ്റ്, നല്ല മുട്ട റോസ്റ്റും ഇടിയപ്പമാണ് വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം. എനിക്ക് ചിക്കൻ കറി ബീഫൊക്കെ തന്നാലും ഞാൻ തിന്നും. പക്ഷേ വീട്ടിൽ എനിക്കൊന്നും ഇടിയപ്പത്തിന് ഉണ്ടാക്കുന്ന മുട്ട റോസ്റ്റും. പിന്നെ ഈ തേങ്ങ ചിരകിയിട്ടൊരു ചമ്മന്തി ഉണ്ട്. തേങ്ങ ചിരകിയിട്ട് ഇങ്ങനെ, അത് അപ്പത്തിന് ഉപയോഗിക്കും. ഇങ്ങനെ കൊഹസീവ് അല്ല ഈ ചമ്മന്തി, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരു സാധനമല്ല. ഇങ്ങനെ തേങ്ങ ചിരകിയിട്ടേക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും, നല്ല ഓറഞ്ച് കളറിൽ. എനിക്ക് തോന്നുന്നത് ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടി ചേരും. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കോമ്പിനേഷൻ വരുന്നത്, അല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സ്റ്റൂ ആയിട്ടാണ്. സ്റ്റൂ ആയിട്ട് കാരണം എപ്പം അതാക്കുന്നുണ്ടെങ്കിലും സൈഡിൽ സ്റ്റൂ ആണ് എനിക്ക് കിട്ടാറ്. അല്ലെങ്കിൽ കടലക്കറി ഉണ്ടാകാറുണ്ട്, നോർമൽ കടലക്കറി ഉണ്ടാകാറുണ്ട്. എൻ്റെ വീട്ടിലധികം ഇടിയപ്പാക്കുമ്പോൾ മറ്റേ മറ്റേ തേങ്ങാപ്പാലിൻ്റെ മറ്റേ സ്വീറ്റ്, അതാണ് ഒരു നോർമൽ കോമ്പിനേഷൻ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇടിയപ്പം കറിയും കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. എനിക്ക് ആകെ അറിയുന്ന കോമ്പിനേഷൻ ഇതുമാണ്, എനിക്കതാ ഇഷ്ടം. പക്ഷേ പിന്നെ ഈ ഹോട്ടലിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇടിയപ്പം വേറെ എന്ത് കറിയുന്നു. അപ്പോൾ എനിക്ക് ഇടിയപ്പം ചിക്കൻ കറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇടിയപ്പവും മുട്ട റോസ്റ്റും എനിക്ക് അറിയില്ല, പക്ഷേ ഇടിയപ്പം ചിക്കൻ കറി, മുട്ട റോസ്റ്റില്ല, എഗ് റോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളയപ്പത്തിൻ്റെ കൂടെ. അപ്പം മുട്ട റോസ്റ്റ് എനിക്കിഷ്ടം. പക്ഷേ അവീസ് പുട്ട് ഹൗസ് എന്ന് പറയുന്നൊരു കടയുണ്ട് ഈ ആലപ്പുഴ റോഡിൽ, AC റോഡിൽ, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ അവീസ് പുട്ട് ഹൗസ്. അവിടുത്തെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ട്, എൻ്റെ മുത്ത്. അവിടുത്തെ അപ്പവും സെറ്റാ. ഈ മുട്ട റോസ്റ്റ്, ഒരു മുട്ട റോസ്റ്റ് മേടിച്ചാൽ ആ മുട്ട റോസ്റ്റിൻ്റെ അകത്ത് തന്നെ 5-6 മുട്ടയൊക്കെ കാണിച്ചു. ഭയങ്കര മുട്ട റോസ്റ്റും. അപ്പം രാവിലെ അത് നമ്മൾ മിക്കപ്പോഴും ട്രിപ്പ് പോകുമ്പോഴാണ്, നമ്മൾ എറണാകുളം കൊച്ചിക്കെങ്ങാനും പോകുമ്പം കൊട്ടാരക്കരയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പോയി ആ ഒരു പോയിന്റ് നേരം വെളുക്കുമ്പോഴേ ഇറങ്ങും. കൊച്ചി പോകുമ്പോൾ ഇപ്പോൾ 5 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെ വെളുക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പം കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് സമയമാകുമ്പോൾ ഓടി നേരെ അവീസ് പുട്ട് ഹൗസ് ഒരു കായലിൻ്റെ സൈഡിലാണ്. നല്ല കത്തിയ, പക്ഷേ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് നല്ല അപ്പോൾ മുട്ട റോസ്റ്റ്, അവരുടെ പുട്ട് ഭയങ്കര ഫേമസ്. അവർ മറ്റേ ചിരട്ടപ്പുട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടുന്ന്. പക്ഷേ എനിക്ക് പുട്ട് ഇഷ്ടമല്ല. എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം പുട്ട് ഇഷ്ടമല്ല. അല്ല ജസ്റ്റ് ഈ ഹോട്ടലിൽ പോകുന്നവർ, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഭയങ്കര ഫേമസ് ഹോട്ടൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ കോഴിക്കോട് റഹ്മത്ത്, പാരഗൺ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. റഹ്മത്തിൽ ഇതുവരെ പോയിട്ടില്ല, പാരഗണിൽ ഇത് പോയിട്ടില്ല, ബോംബെയിൽ ഇത് പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഞാൻ ഒന്നിലും പോയിട്ടില്ല ഇതുവരെ. എനിക്ക് ചാൻസ് അല്ല, ഞാനും പിന്നെ എല്ലാത്തിലൊന്നും പോയിട്ടില്ല. പക്ഷെ അല്ല അത്യാവശ്യം പോയിട്ടുണ്ട്. പിന്നെ സൽക്കാരാന്ന് പറഞ്ഞൊരു സാധനം, സൽക്കാര എനിക്ക് തോന്നുന്നു പാരഗണിന്റെ തന്നെ എന്തോ കണക്റ്റഡ് ആയിട്ടില്ല. സൽക്കാരി നല്ല ബിരിയാണി. എല്ലാത്തിലും പോയിട്ടുണ്ട്. ഇല്ല,
കുറ്റിച്ചിറ കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറ്റിച്ചിറ പക്ഷെ അത് പാരഗൺ അതാണ് ബെസ്റ്റ് ബിരിയാണി എന്നാണ് ഇപ്പം പറയുന്നത് എല്ലാവരും. കുറ്റിച്ചിറ ആരും ബിരിയാണി അടിക്കാൻ വരരുത്. റഹ്മത്ത് എനിക്ക് അത്ര ഞാൻ രാത്രി പോയി കഴിച്ച എനിക്ക് അല്ല, റഹ്മത്തിലെ ചിക്കൻ ബിരിയാണിനല്ല ആൾക്കാർ ബീഫ് റോസ്റ്റ് ബിരിയാണി, ബീഫ് റോസ്റ്റും ഉണ്ട്, ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി കഴിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു റഹ്മത്താണ്. ബീഫ് റോസ്റ്റ് ബിരിയാണി ഞാനന്ന് കഴിച്ചത്. ചിക്കൻ ബിരിയാണി ആയിരിക്കും അങ്ങനെ എക്സൈറ്റഡ് ആയി തോന്നിയിട്ടില്ല. അല്ല എനിക്കറിയില്ല ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. എങ്ങനെ, പക്ഷെ പാരഗണിലെ ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിയായി. പക്ഷെ എനിക്ക് ഈ പോയിട്ട് കഴിക്കുന്നതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ഒരു മെമ്മറി എന്താണെന്ന് അറിയോ, പണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഇടയ്ക്ക് കോഴിക്കോട് പോകും, എന്തെങ്കിലും ആവശ്യത്തിന് കോഴിക്കോട് പോകും. അപ്പോൾ അധികവും ഇത് പോവുക സാഗർ രാവിലെ പരശുരാമന് ഇത് പോവുക. ഈ രാവിലത്തെ പരശുരാമന് പോയാൽ കോഴിക്കോട് എത്തുന്നത് കറക്റ്റ് ഏകദേശം ഒരു 9 മണി ആ സമയത്താണ്. ഈ 9 മണി സമയത്ത് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോവുക സാഗറിലാണ്. അപ്പോൾ ആകെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ സാഗർ പുതിയതിൽ പോകണോ സാഗർ പഴയതിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാറ്റേണാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ പൊറോട്ടയും അവർ രാവിലെ മീൻകറിയും തരും. അതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ എനിക്ക് ആകെ ഞാൻ മറ്റിടത്ത് പോയിട്ടില്ല, പക്ഷെ എനിക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ആ ഒരു പൊറോട്ടയും മീൻകറിയും പിന്നെ അവരെ ചായയും മറ്റേ കപ്പും സോസറിലും ചായ തരും, അതും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു കോമ്പിനേഷൻ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ. അങ്ങനെ ഫേവറേറ്റ് എവിടെയെങ്കിലും പോയിട്ട് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ? ഞാൻ ഈ സാഗറിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടയിൽ കടയിൽ കോഴിക്കോട് ഇടയിൽ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. അവിടെ രാവിലെ 5 മണിക്ക് ബീഫ് കിട്ടും, ബീഫ് റോസ്റ്റും. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നായർ നമ്മളെന്തോ ബസ് വന്നിറങ്ങുന്നത് ഇതുകൊണ്ട് 4 മണിക്ക് എന്തോ നമ്മൾ വന്നിറങ്ങുന്നത്. നായർ നമ്മളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞാനും പാർത്ഥിവും നായരുടെ ഒരു കസിനുണ്ട്. അത് നമ്മൾ നേരെ പോയി ഇടയിൽ പോയിട്ട് രാവിലെ തുതിൻ്റെ അതിന് വെള്ളമൊക്കെ രാവിലെ പോയിട്ട് 5 മണിക്ക് നേരെ അവിടെ ഫാമിലിയൊക്കെ വന്നിരിപ്പുണ്ടോ രാവിലെ. എല്ലാവരും കഴിക്കാൻ ഫുൾ സെറ്റാണ്. ഒരു ചെറിയ നിരക്കട, ഈ നിര വെച്ച് കിടക്കുന്ന ടൈപ്പ് ഒരു ചെറിയ ചായക്കട. അവിടെ പോയിട്ട് രാവിലെ നല്ല അരിപ്പത്തിരിയും വറുത്ത പത്തിരിയും നെയ്പ്പത്തൽ എന്ന് പറയുന്നത് അതും ബീഫും പിന്നെ ഇതും പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഓക്കെ, പക്ഷേ അത് സെറ്റായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്തുള്ള ബെസ്റ്റ് ഫുഡ് മെമ്മറി. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോകുന്നത് അങ്ങനെ വലിയ പ്രത്യേകിച്ച് താല്പര്യമുണ്ട്? MBK ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതല്ലാണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. പക്ഷേ പിന്നെ ഇതന്നെ ഇപ്പോൾ ഇവൻ നെയ്പ്പത്തൽ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മളെ നാട്ടിലെല്ലാം വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റേ ഇതുണ്ടാവില്ല, തട്ടുകട പോലത്തെ അല്ലെങ്കിൽ ചെറിയ ടീ സ്റ്റാൾ പോലത്തെ. അവിടെ പോയി ചായ, പിന്നെ ഇതേപോലെ നെയ്പ്പത്തൽ, ഇതേപോലെ ഞാൻ പറഞ്ഞ അരിദോശ, അതിൻ്റെ കൂടെ ബീഫ് ഉണ്ടാവും, ചിലപ്പം ചിക്കൻ്റെ കറികളുണ്ടാവും. ആ ഒരു കോമ്പിനേഷൻ. പിന്നെ കുറേ കടികൾ, വൈകുന്നേരം കഴിക്കുന്ന കുറേ കടികൾ. അതാന്ന് തോന്നുന്നു ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പം ആൾക്കാർ പോകുന്ന ഒരു പരിപാടി അതാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും കാണുന്ന എല്ലാം കഴിക്കുക, അത് നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊന്ന് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും അത്. പക്ഷേ കുറച്ച് ആൾക്കാരും കൂടി വേണം നമുക്ക് കുറേ കഴിക്കാൻ. അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് അത് ഒരു പരിധിയാണ്. കാരണം ബാക്കിയുള്ളവരെന്തെങ്കിലും എടുക്കുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളത് കഴിച്ചു നോക്കുക. അപ്പോൾ അങ്ങനെ കുറേ കടികളുള്ള സ്ഥലങ്ങളിൽ പോയി കഴിക്കുന്ന ഒരു മെമ്മറിയാണ് പണ്ട്. അല്ലേ, ശരിക്കും അത് നാട്ടിലിപ്പോൾ ഭയങ്കര ബൂമിങ് അല്ലേ. എല്ലായിടത്തും ഇങ്ങനെ ഈ സ്ട്രീറ്റ് അങ്ങനെ ഈ വൈകുന്നേരം ഭയങ്കര ആക്റ്റീവാണ് നാട്ടിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചെമ്പരിക്ക കടപ്പ് ബീച്ചൊക്കെ ഉണ്ട്, അത് വളരെ ഡെഡ് ഒരു ബീച്ചായിരുന്നു, അവിടെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൽ ഫുള്ള് ആ ബീച്ച് മൊത്തം ഹോട്ടലും മറ്റേ ഇതുപോലെ ചെറിയ ചെറിയ ഷട്ടർ അങ്ങനെ ഫുഡും. പിന്നെ ഭയങ്കര ഈ കല്ലുമക്കായിൻ്റെ ഭയങ്കര ഇതാണ്. പണ്ട് എനിക്ക് ഓർമ്മ, പണ്ട് നമുക്ക് ഈ കല്ലുമക്കായി അധികം വരിക ഈ കണ്ണൂർ മറ്റേ ബീച്ചിന് വരുന്ന പയ്യാമ്പലം ബീച്ചിൽ നിന്നാണ് അധികം നമ്മളെങ്ങനെ കഴിച്ചില്ല. പക്ഷെ പിന്നെ ഈ ചെമ്പരിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. അതാണ് ഇപ്പം നീ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം പയ്യാമ്പലം ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുൾ കല്ലുമ്മക്കായി കടുക്ക വിൽക്കാത്തൊരു സ്ഥലം ഇല്ലാത്ത പോലെ വെച്ചാൽ ഓരോരോ ഇതിലും അതിനുവേണ്ടി ആൾക്കാർ വന്നിട്ട് ക്യൂ നിന്നിട്ട് കഴിക്കുക. അത്രക്കും അത് ചിലപ്പം കുറേ റീൽസിൽ ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. സോ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ എല്ലാവർക്കും പുറത്ത് പോവുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ സിനിമക്കോ, ഇതൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് ആൾക്കാർ കാണുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഒരു വൈകുന്നേരം ആകുമ്പോൾ ബീച്ചിൽ പോവുക അല്ലെങ്കിൽ സിനിമയുമൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെ എൻ്റർടൈൻമെൻറ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ഒന്ന് കഴിക്കാൻ പുറത്തു പോകാം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവാം. എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഒരു കോർ പാക്കേജാണ്. സിനിമക്ക് പോവുക, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവുക, അത് ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് പാക്കേജായിരുന്നു.
പിന്നെ ഈ ഫുഡിൻ്റെ ഭയങ്കര ഇങ്ങനെ ചില സംഭവങ്ങൾ ഭയങ്കര വൈറലായി ഇപ്പോൾ പോപ്പുലറായി അങ്ങനെ അല്ലേ. ഇപ്പോൾ എനിക്കൊന്ന് ബാംഗ്ലൂർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഈ രാവിലെ 3 മണിക്ക് തുടങ്ങുന്ന ബിരിയാണി ചോപ്പലുണ്ട്. അതും കുറേ ബാംഗ്ലൂരാണ് മൈസൂർ കുറേ സ്ഥലത്തുണ്ടാവും. ബാംഗ്ലൂരും ഉണ്ട്. ബാംഗ്ലൂർ ഒരു മണീസോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് അങ്ങനെ രാവിലെ ആൾക്കാർ 3 മണി, അതും കുറേ ട്രാവലെല്ലാം ചെയ്ത് സിറ്റീൻ്റെ പുറത്ത് പോയാലും ഈ സാധനം കിട്ടും. അതുകൊണ്ട് രാവിലെ 3 മണിക്ക് 5 മണിക്കൊക്കെ പോകും. പിന്നെ ബാംഗ്ലൂർ അങ്ങനെ കുറേ പോപ്പുലർ അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. എനിക്ക് ഇപ്പോൾ നമ്മളെ സാധാരണ ബിരിയാണി ഡെഫിനേഷനിൽ പെടാത്തൊരു സാധനമാണ് ഈ മേഘനാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ബാംഗ്ലൂർ. അവരെ മേഘനാസിൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ആലോചിക്കൊന്നുമില്ല, ചോറും കുറച്ചിങ്ങനെ ഒരു വേറെ തന്നെ രീതിയിൽ ഫ്രൈ ചെയ്ത ഒരു ചിക്കനാണ്. അപ്പോൾ നമ്മളെ നമ്മളെ നാടിൻ്റെ ബിരിയാണി ഡെഫിനേഷനിൽ വരുന്ന സാധനമല്ല. പക്ഷെ സാധനത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ടേസ്റ്റ് ഇല്ലാണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. ബട്ടർ ചിക്കൻ ബിരിയാണി അങ്ങനെ കുറേ ടൈപ്പ് ബിരിയാണി, റൈസ് എല്ലാം ഭയങ്കര നൈസാണ്. കുറേ എനിക്ക് മേഘനാസ് അതുമല്ല, അതൊരു ആന്ധ്ര റെസ്റ്റോറൻറ്റാണ്. അപ്പം ഭയങ്കര ക്വാണ്ടിറ്റി ആയിരിക്കും, കുറേ ചോറുണ്ടാവും. അതായത് ശരിക്കും ആലോചിച്ചൊക്കെ രണ്ടാൾക്ക് മോശമില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നിലുണ്ടാവും. പക്ഷെ ഞാനല്ലോ ഒറ്റടിക്ക് സാധനത്തിന് ഭയങ്കര ടേസ്റ്റ്. അത് എനിക്ക് ഭയങ്കര എരിവുമായിരിക്കും. അതുപോലെ തന്നെ ബാംഗ്ലൂർ വേറെ കുറേ ഇതുപോലെ ആന്ധ്ര കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവർ ആന്ധ്ര മെയിൻ 2 സംഭവങ്ങളാണ്, ഭയങ്കര എരിവുമായിരിക്കും, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരിക്കും ഇവരെ ബിരിയാണികൾ. പക്ഷേ നമ്മളെ ബിരിയാണി പോലത്തെ ഒരു ബിരിയാണി ആയിരിക്കും, പക്ഷെ അതും ഒരു ടേസ്റ്റാണ്. അതിലും കുറേ ആൾക്കാർ ഫാൻസൊക്കെ ഉണ്ട്. എനിക്ക് ആക്ച്വലി കൊൽക്കട്ട ഇവർ പറയുന്ന പൊട്ടറ്റോ ഇട്ടിട്ടുള്ള ബിരിയാണി അത് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പൊട്ടറ്റോ ചിലപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതൊന്നും വളരെ അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് പിന്നെ ചീപ്പുമാണ് ആൾക്കാർക്ക്. ചരിത്രമുണ്ട് ഈ പൊട്ടറ്റോ ഇടുന്നതിന്. എന്തോ മസാല ലാബ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം, മസാല ലാബ് എന്ന് പറയുന്നത്. അയാൾ എനിക്ക് കൃത്യം അറിയില്ല, എനിക്ക് തോന്നുന്നു എന്തോ മുഗൾ എംപററോ അതോ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തോ എന്തോ ഒരു സ്റ്റാർവേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ പൊട്ടറ്റോ ഇട്ട് ബിരിയാണി വെക്കുന്ന അതിനൊരു ചരിത്രമുണ്ട്, ഒരു പ്രോപ്പർ ചരിത്രമുണ്ട്. പക്ഷേ അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് ഐ വുഡന്റ് മൈൻഡ് എ പൊട്ടറ്റോ ഇൻ ദെയർ. ഫേവറേറ്റ് ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ടോ? സത്യം പറഞ്ഞില്ല. എനിക്ക് അറിയില്ല. എനിക്ക് എന്താണെന്നറിയോ, ഫുഡ് വ്ളോഗ് കാണുമ്പോൾ വിശക്കും, അതുകൊണ്ട് ഞാനിത് കാണാൻ നിൽക്കും. അങ്ങനെ ആരുമില്ല, എല്ലാവരും ഇങ്ങനെ അയാള് എബിൻ, അയാള് കുറച്ചും കൂടി. നിനക്കാരെ ഇഷ്ടം? മൃണ? അല്ല, എനിക്ക് ഫുഡില് പ്രത്യേകിച്ച് എനിക്ക് റേറ്റിംഗ് ഇടുന്നതിൽ താല്പര്യമില്ല. സംഭവം ഇഷ്ടമാണ്, ഇഷ്ടമായിട്ടില്ല എന്ന് പറയാം, പക്ഷെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷെ അതിനൊരു റേറ്റിംഗ് ഇടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അത് ഞാനതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ അധികം ഫോളോ ചെയ്യാറില്ല. എനിക്ക് പിന്നെ ക്വാളിറ്റി പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പം നമുക്കിപ്പം ഒരു സ്ഥാനത്ത് പോയിട്ട് നമുക്കൊന്നും ഒരു വൃത്തിയില്ല അങ്ങനെയൊക്കെ അതൊന്നല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് അത്ര സ്പെസിഫിക് ആയിട്ട് അതിനെ റേറ്റ് ചെയ്ത് അല്ല അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഒരു പോസ്റ്റിൽ ഇത്ര സ്റ്റാർ അല്ലെ എത്ര ചെയ്യുന്നവരുണ്ട്, 8/10 എന്നെല്ലാം ഇടുമ്പോൾ വെച്ചാൽ എനിക്കത് താല്പര്യമില്ല. കാരണം ഓക്കെ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് അതെല്ലാം പറയുന്നത് എനിക്ക് പേഴ്സണലി അത് അങ്ങനത്തെ ഒരു വ്ളോഗ് കൾച്ചറാണ് ഇഷ്ടം. മറ്റേ നമുക്ക് വലിയൊരു ഇതായിട്ട് തോന്നി പോയി കഴിക്കുന്ന കാണിക്കുക. എനിക്ക് പിന്നെ ഈ ഫുഡിൻ്റെ ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതായത് ഇപ്പോൾ ഞാൻ തന്നെ പറയും, ഇപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ ചായ എന്ന് പറയുമ്പോൾ വളരെ ബേസിക്കാണ്. എനിക്കിപ്പോൾ ചായപ്പൊടി തിളപ്പിച്ചിട്ട് അതിൽ മാക്സിമം പാൽ ഒഴിക്കാം, വേണമെങ്കിൽ പഞ്ചസാര ഇടുക, അത്ര എൻ്റെ കോൺസെപ്റ്റിൽ ചായ ഇടും. ഇല്ല എനിക്ക് താല്പര്യമില്ല, അതാ പറഞ്ഞത്. പക്ഷേ ചില ആൾക്കാർക്ക് മറ്റേതാണ് ചായ, ഇത് ഐഡൻറ്റിഫൈ, അത് മസാല ടീ ഞാൻ മറ്റേ ചായയാണ്. പക്ഷെ അത് അങ്ങനെ അതിൽ വാശി പിടിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം ബിരിയാണി, ഇങ്ങനെ ആയാലും ഇങ്ങനെ ബിരിയാണി വിളിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റേ ചിക്കൻ ഇത്ര കുക്കായാലേ ഇങ്ങനെ ബിരിയാണി വിളിക്കാൻ പറ്റും, ചോറിന് അരിക്ക് ഇത്ര ഫ്ലേവർ ഉണ്ടെങ്കിലായിരിക്കും. അങ്ങനെ വാശി പിടിക്കുന്നതിൽ ചിക്കൻ ഇട്ടാലേ ബിരിയാണിയോ, ചിക്കൻ ഇടാത്തൊരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും മട്ടനോ ബീഫോ അത് നമ്മൾ ഈ ചൊറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഗതിയാണ്. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. പക്ഷെ എനിക്ക് വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട്. സംഭവം എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അയാളിങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ പറയാൻ എനിക്കറിയില്ല, അയാൾ ശരിയാണോ തെറ്റാ, ഐ എൻജോയ് ഇറ്റ്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകൾ. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുന്നൊരു സാധനം ശരിക്കും ഉണ്ട്, അതും ഒരു ട്രഡീഷണൽ ഫോം ഓഫ് ബിരിയാണി ആയിരുന്നു.
ആയിരിക്കും അല്ല ആയിരിക്കും അതാ നമ്മളങ്ങനെ അത് അങ്ങനെ വെറുതെ ചൊറിയാൻ വേണ്ടി തമാശയൊക്കെ പറയുന്നതല്ലാണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ മലബാർ ഫുഡിന്റെ കൂടെ, അതായത് അതങ്ങനെ പറഞ്ഞോണ്ട് വെറുതെ ചൊറിയാൻ വേണ്ടി പറയും. എനിക്കിപ്പം പറയാൻ പറ്റുന്ന ഞാൻ ഇപ്പം ചൊറിയണ്ട അല്ല സംഭവം എനിക്ക് വർക്ക് ട്രിവാൻഡ്രത്ത് ഉണ്ടായി. ഞാൻ ഒരു 2 കൊല്ലം അവിടെ ഉണ്ടായ സമയം ഞാൻ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് മലബാറിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞ് അവിടുത്തെ ഫുഡൊന്നും കൊള്ളൂല അങ്ങനെ ഇങ്ങനെ. പക്ഷെ അവിടെ പോയി നോക്കുമ്പോൾ അത് അങ്ങനെ ഒരു സംഭവമില്ല. അവിടുത്തെ ഫുഡും അടിപൊളിയാണ്. ഗ്ലോബലൈസേഷൻ കാരണം ഗ്ലോബലൈസേഷൻ മാത്രം അവിടെ തന്നെ മാത്രം ഫുഡ് ഉണ്ടോ? നമ്മളൊരു ഏരിയയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അതിനെ മാത്രം ഇങ്ങനെ ഇതാക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും. നമ്മൾ കുറച്ചും കൂടി പുറത്തേക്ക് ഇറങ്ങി അവിടെയും കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും, ചിലപ്പോൾ അതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നും. സോ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു സംഭവം ഇല്ല. അതാണ് ഈ കൊൽക്കട്ടക്കാരോട് പോയിട്ട് നിങ്ങൾ മലബാർ ബിരിയാണി പോലെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ നമുക്ക് ഇഷ്ടമാണ്, അല്ലാണ്ട് ഇപ്പൊ വേറെ അടുത്തിന് പോയിട്ട് നമ്മൾ ആ ടേസ്റ്റ് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പാകിസ്ഥാനി ബിരിയാണിനെ കുറിച്ച് പറഞ്ഞതാ. ബിരിയാണി മഞ്ഞ കളർ ആയാലേ ബിരിയാണിയാവും. അപ്പൊ അത് അവരെ കോൺസെപ്റ്റാണ്. നമുക്കത് ആർഗ്യൂ ചെയ്തിട്ട് അല്ല, നമ്മളിങ്ങനെ ഒരു ബിരിയാണി വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരവർ അത് ബിരിയാണി അല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഈ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഫുഡ് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് നമ്മൾ പറയാറുണ്ട് തമാശ ചൊറിയാൻ വേണ്ടി പറയാം, പക്ഷേ അതിൽ വലിയ കാര്യമില്ല എന്ന് പറയുന്നു. അതിനത്രയ്ക്ക് ഡെപ്തേ ഉള്ളൂ നമ്മൾ പറയുന്നതിന്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് എ ബാൻഡർ. എനിക്ക് ഈ ദൊണ്ണ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ദൊണ്ണ ബിരിയാണിയും തലപ്പക്കട്ടി ബിരിയാണിയും. ദൊണ്ണനേക്കാളും എനിക്ക് തലപ്പക്കട്ടിയാണ് ഇഷ്ടം. ശരി, തമിഴ്നാട് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സംഭവം അറിയാം, പക്ഷെ ഇത്ര സ്പെസിഫിക് ആയിട്ട് എനിക്കറിയില്ല. തമിഴ്നാട് ബിരിയാണി രസമാണ്. തമിഴ്നാട് ബിരിയാണി എന്താ പറയുക, ഒരു ഈ ചോറിനെല്ലാം നല്ല ഫ്ലേവർ ഉണ്ടാവും. നമുക്കൊന്ന് ഗ്രേവി ഉണ്ടോ അവര്? അല്ല, ഗ്രേവി സൈഡിൽ ചെറിയ തരുന്നു. വേറെ തരും. യെസ്, നമ്മള് ബിരിയാണിനെ കുറിച്ച് ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിച്ച് നമ്മൾ ജസ്റ്റ് ബിരിയാണിയിൽ എനിക്ക് ഏത് മീറ്റാണ് ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടം? എനിക്ക് ആക്ച്വലി മട്ടൺ കുറച്ചും കൂടി ഇഷ്ടമാണ്, പക്ഷേ കുറച്ചും കൂടി ഈസി ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ചിക്കൻ ആക്കുമ്പോൾ ആക്കുക. പക്ഷേ മട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് തോട്ട് മട്ടൺ ബിരിയാണിയാന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ കുറേ ആൾക്ക് കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ അതിൽ കുറേ സോഷ്യൽ ഇതൊക്കെ ഉണ്ട്. കല്യാണത്തിന് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത് എന്തോ ഒരു ഇതാ, മട്ടൻ ബിരിയാണി കൊടുക്കുന്നവരെന്തോ ഭയങ്കര സംഭവം, അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? എനിക്ക് ചിക്കൻ ബിരിയാണി, ചിക്കൻ മട്ടൺ ചിക്കൻ എനിക്കോ ഇല്ല, എനിക്ക് ചിക്കനും മട്ടനും ഒക്കെ ഇഷ്ടം. പക്ഷേ ഓക്കെ, എനിക്ക് തോന്നുന്നു ചിക്കനെ ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് മട്ടനേക്കാൾ. മട്ടൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ചിക്കൻ ബിരിയാണി. ചിക്കനായിട്ട് നമുക്ക് കൂടുതൽ റിലേറ്റബിലിറ്റി തന്നെ എളുപ്പമാക്കെ. പിന്നെ മട്ടൻ അങ്ങനെ അവൈലബിൾ ഒന്നും അല്ല. ഞാൻ ഇതൊരു മട്ടൻ ബിരിയാണി ആക്കിയിട്ടും ഇല്ലെന്ന് തോന്നുന്നു. മട്ടൻ ബിരിയാണി ഇല്ല, മട്ടൻ ബിരിയാണി ഞാനും ആക്കിയിട്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരു പ്രാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ട് വന്നു, ഒരു പ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എനിക്കറിയില്ല ഫ്ലേവർ. പിന്നെ കിട്ടുന്ന മട്ടൺ നൈസ് ആവണം, പിന്നെ അതിന് കറക്റ്റ് ഒരു കുക്കിലേക്ക് വരണം. ചിക്കൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ. ചില കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ മട്ടൻ ബിരിയാണി കിട്ടും. ഈ മട്ടൻ ബിരിയാണീൻ്റെ ഒരു മീറ്റല്ലേ ഭയങ്കര ഒരു അതിങ്ങനെ അലിഞ്ഞ് അങ്ങനെ ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റാണത്. അതാണത്. ഇപ്പോൾ അതൊക്കെയാണ് നമ്മളെ ബിരിയാണി വിശേഷങ്ങൾ, നമ്മളെ ഫുഡ് വിശേഷങ്ങൾ. ഐ തിങ്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങനെ പറഞ്ഞു നിർത്താം. നമുക്കിന് പ്രത്യേകിച്ച് കൺക്ലൂഡ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഫുഡിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ തൂത്തു നമുക്ക് ഗസ്റ്റ് ആയിട്ടുണ്ടായി. തൂത്തു നമ്മൾ വേറെ എപ്പിസോഡിലും ഗസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വേറെ ടോപ്പിക് സംസാരിക്കും. ഇന്ന് നമ്മൾ ഫുഡ് ആൻഡ് ലൈക്ക് എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. നമ്മളിവിടെ ഫുഡിലേക്ക് എത്തിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്കൊന്നും ഇല്ല കേസ്, നമ്മൾ വെറുതെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നെ ബിരിയാണിയിൽ എത്തിപ്പെട്ട നമ്മൾ സംസാരിച്ചപ്പോൾ ഫുഡായിരുന്നേ ഉള്ളൂ. സാധാരണ നമ്മളെ മെയിൻ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷനും ഫുഡാണ് പലപ്പോഴും. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ഫുഡ് കയറ്റാൻ പോകണം, കാരണം നല്ല വിശപ്പുണ്ട്. എസ്പെഷ്യലി ഇത്രയൊക്കെ ഫുഡിനെ കുറിച്ച് സംസാരിച്ചിട്ട്. ലാസ്റ്റ് നിനക്ക് കാസർഗോഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാ? ഏത് റെസ്റ്റോറൻറ്റ്? ഓക്കെ ഞാൻ മറന്നുപോയതാ. ഇല്ല, അത് മട്ടൻ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാസർഗോഡ് വൈസ്രോയിലെ മട്ടൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടില്ലേ, എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. എനിക്ക് അത്ര അത് ഞാൻ ആക്ച്വലി അവിടെ പോയിട്ട് കഴിച്ചല്ല, പാർസൽ വാങ്ങി കഴിച്ചു. അതിൻ്റെ വ്യത്യാസമാണോ അറിയില്ല. ഞാൻ ഈ വൈസ്രോയി പോലെ തന്നെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് മാർക്കറ്റിൽ ഏതോ ഒരു ബിരിയാണി കടയുണ്ട്, ഭയങ്കര ഓൾഡാണ്. പക്ഷെ എനിക്ക് പേര് ഞാൻ മറന്നത്.
അത് ഭയങ്കര സ്പെഷ്യൽ നല്ല ബിരിയാണിയാന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിതുവരെ പോയിട്ടില്ല. ഞാനും പോയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഓക്കെ, എന്നാൽ ഷൗട്ട് ഔട്ട് ടു വൈസ്രോയ് കീപ്പ് ഓഫ് ദ ക്വാളിറ്റി. കീപ്പ് ഓഫ് ദ ക്വാളിറ്റി. നല്ല ഫുഡായിരുന്നു ആക്ച്വലി. ഓക്കെ, എനിക്ക് ഇഷ്ടമായിരുന്നു. അല്ല ഇപ്പോഴും അങ്ങനെ ആണോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, എനിവേസ് താങ്ക്സ് ഗൈസ്. Another episode from Awkward Silence. Bye.